ഹലോ ഗായ്സ്, മഴയുടെയൊക്കെ ടൈം ആയതുകൊണ്ടേ ഓരോ ക്രേവിങ്സ് എപ്പോഴാണ് എങ്ങനെ വന്നതെന്നൊന്നും അറിയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്നൊരു ക്രേവിങ്സ് ആയിട്ട് തോന്നിയത് നൂഡിൽസ് കഴിക്കാനാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായില്ല. പിസ്സാനെ നേഴ്സറി വിട്ട് വന്നതിന് ശേഷം ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് ഇത്. അപ്പോൾ ഞാൻ ഇതൊരു ചട്ടി വെച്ചിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവാളയും ക്യാരറ്റും, എൻ്റെ ക്യാരറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റും ഇട്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും ഉപ്പും ഇടും കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് സ്പൈസസ് ആയിട്ടാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്ത അടുപ്പിൽ നൂഡിൽസ് വേവിക്കാനായിട്ട് വെള്ളവും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിടും കേട്ടോ. എന്നിട്ട് ആ മുട്ടയും കൂടി ഇട്ടിട്ട് നല്ലോണം ചിക്കി ഇതാക്കും. അപ്പോഴത്തേനും അപ്പുറത്തെ വെള്ളം തിളക്കും കേട്ടോ. വെള്ളം തിളച്ചിട്ടുണ്ടാവും. അപ്പോൾ വെള്ളം തിളക്കുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു നൂഡിൽസ് ഇട്ടിട്ട് ആ നൂഡിൽസ് വേകാനായിട്ട് അതിലേക്ക് ഇട്ടിട്ട് ആ നൂഡിൽസിൻ്റെ മസാല അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒഴിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ നല്ലോണം ചിക്കിക്കൊണ്ടിരിക്കണത്. അപ്പോൾ ഇത് ഇങ്ങനെ നല്ലോണം ഇതായി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ തൊട്ടടുത്ത വെള്ളം തെളിച്ചപ്പോൾ അതിലേക്ക് ഞാൻ നൂഡിൽസ് ഇട്ടിട്ട് ഒപ്പം തന്നെ ഉണ്ടാവണം ആ മസാല അതിലേക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ മസാല അവിടെ ടൈം കൊണ്ട് ഈ നൂഡിൽസ് അവിടെ ഇരുന്ന് വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ വന്ന് നോക്കുമ്പോൾ നൂഡിൽസ് ഇവിടെ തിളച്ച് നല്ലതായിട്ടുണ്ട്. അപ്പോഴത്തേനും ആ മസാല റെഡി ആയിട്ട് ഞാൻ അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ ആ മിക്സ് ചെയ്ത് വെച്ച മസാല ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ആ വെള്ളം ഒന്ന് വറ്റണ വരെ നിൽക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് സൂപ്പി ആയിട്ടാണ് ഇഷ്ടം, കുറച്ച് സൂപ്പ് പോലെ ഇരിക്കണേന് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് വെള്ളം അങ്ങനെ വറ്റിച്ചെടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് 2 തിള തിളച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ ഇത് സെർവ് ചെയ്യണം. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ വെള്ളമൊക്കെ വറ്റി എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, കാണുന്ന പോലെ തന്നെ നല്ല എമ്മായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് പ്ലേറ്റിലേക്ക് എടുത്ത് നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്, നല്ല ചൂട് നൂഡിൽസ്. അപ്പോൾ ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.